അതിൽ ഗൾഫ് രാഷ്ട്രങ്ങളുടെ ഇടപെടൽ നിർണായകമായിരിക്കും. അവർക്ക് മാത്രമായിരിക്കും ഇതിൽ കൂടുതൽ സമ്മർദ്ദം US മേൽ ചെലുത്താനാവുക. കാരണം അവരുടെ രാജ്യങ്ങളിലാണ് US സൈനിക താവളങ്ങൾ ഉള്ളത്. ഏതായാലും വലിയൊരു എസ്കലേഷനിലേക്ക് പോവുകയാണെങ്കിൽ ഗൾഫ് രാഷ്ട്രങ്ങളുടെ മറുപടിയുടെ സ്വഭാവവും സ്വാഭാവികമായിട്ടും മാറും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഗൾഫ് രാഷ്ട്രങ്ങളെയും ഒരു പക്ഷേ US ഈ ആക്രമണം സംബന്ധിച്ച് അറിയിച്ചിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ചും അവരുടെ കമാൻഡിംഗ് കേന്ദ്രങ്ങൾ ഇവിടെയുള്ള പശ്ചാത്തലത്തിൽ അവർ അറിയിച്ചിരിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. അതിന്റെ ഭാഗം കൂടിയായിരിക്കാം കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇപ്പോഴും ട്രംപുമായി നടന്നുകൊണ്ടിരിക്കുന്ന സംഭാഷണങ്ങൾ. പക്ഷേ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് ആക്രമണം നടന്നെങ്കിലും അവരാരെങ്കിലും ഇറാന് മേൽ തിരിച്ചടി നടത്തുമെന്ന് അല്ലെങ്കിൽ പരസ്യമായ ഒരു ആക്രമണത്തിലേക്ക് പോകുമോ എന്നുള്ളത് നമ്മൾ ഇനി കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. കാരണം അങ്ങനെ ഒരു ആക്രമണത്തിലേക്ക് പോയാൽ വീണ്ടും ഇറാൻ തിരിച്ചടിക്കുന്ന സാഹചര്യം ഉണ്ടാകും. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ നേരത്തെ തന്നെ വലിയ തോതിൽ ഇസ്രായേലിന്റെയും US ആക്രമണം ഏറ്റുവാങ്ങിയ രാജ്യമാണ്. അവർക്ക് നഷ്ടപ്പെടാൻ അധികമില്ല. പക്ഷേ ഗൾഫ് രാഷ്ട്രങ്ങളുടെ സ്ഥിതി അങ്ങനെയല്ല. അതുകൊണ്ട് വലിയൊരു വ്യാപകമായ യുദ്ധത്തിലേക്ക് പോകാതെ ഇത് അവസാനിപ്പിക്കാനായിരിക്കും സ്വാഭാവികമായിട്ടും ഗൾഫ് രാഷ്ട്രങ്ങൾ താല്പര്യപ്പെടുക. അതേസമയം തന്നെ ഇറാന്റെ മേഖലയിലുള്ള അവരുടെ പ്രോക്സി വാർ, അവരുടെ വലിയ രാഷ്ട്രീയ സ്വാധീനം അവസാനിപ്പിക്കണമെന്ന് ചില ഗൾഫ് രാഷ്ട്രങ്ങൾക്കെങ്കിലും താല്പര്യമുണ്ട്. ആ താല്പര്യം കൂടിയാണ് ഇപ്പോൾ നമ്മൾ ഈ യുദ്ധത്തിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായിരുന്നാലും അത് വലിയ തോതിൽ വലിയ ദിവസങ്ങളിലേക്ക് നീണ്ടു നിൽക്കുന്ന യുദ്ധമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഗൾഫ് രാഷ്ട്രങ്ങൾ താല്പര്യപ്പെടില്ല, അല്ലെങ്കിൽ അവർ അതിന് സമ്മതിക്കില്ല. പ്രത്യേകിച്ച് ഇതിൽ പല രാഷ്ട്രങ്ങളും, പ്രത്യേകിച്ച് UAE പോലുള്ള രാഷ്ട്രങ്ങളൊക്കെ ടൂറിസം ഉൾപ്പെടെ വളരെ പ്രധാനപ്പെട്ട വരുമാന മാർഗമായിട്ട് കാണുന്ന ഒരു രാജ്യങ്ങളാണ്. പ്രത്യേകിച്ച് UAE, സൗദി അറേബ്യ, ഖത്തർ ഈ രാജ്യങ്ങളിലേക്കൊക്കെ പോകരുത് എന്ന് യൂറോപ്യൻ രാഷ്ട്രങ്ങളും വിവിധ രാഷ്ട്രങ്ങളും മുന്നറിയിപ്പ് നൽകുമ്പോൾ ആ മേഖലയിലെ വിവിധ ടൂറിസം കേന്ദ്രങ്ങൾ കൂടിയാണ് ഇത് ബാധിക്കാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും ഈ യുദ്ധം അധികം നീളാതെ എങ്ങനെ അവസാനിപ്പിക്കാമെന്നുള്ളതാകും ഗൾഫ് രാജ്യങ്ങളും സജീവമായി ചിന്തിക്കുന്നുണ്ടാവുക. അതിലേക്കുള്ള പരിഹാര ക്രിയകളിലേക്കായിരിക്കും ഒരുപക്ഷെ വരും മണിക്കൂറിൽ കടക്കാനിരിക്കുക. ഏതായിരുന്നാലും ആക്രമണം തുടരുകയാണ്. അതിലൊരു വിട്ടുവീഴ്ചയും ഇസ്രായേലും US സഖ്യമോ അല്ലെങ്കിൽ ഇറാനോ വരുത്തിയിട്ടില്ല. മഹേഷ്. ഏതായാലും അഫ്താബ് സൂചിപ്പിച്ചതുപോലെ ആക്രമണം ഇപ്പോഴും തുടരുകയാണ്. ഗൾഫ് മേഖല അശാന്തമായി തുടരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അഫ്താബ് തുടരുക. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞു നിർത്തിയതുപോലെ ഗൾഫ് മേഖലയിൽ ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധിയും ഏതൊരു അക്രമവും അത് നമ്മൾ മലയാളികളെ അടക്കം വലിയ രീതിയിൽ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആശങ്കയുണ്ടാക്കുന്ന കാര്യവും അതുതന്നെയാണ്. ഏതായാലും ഗാംനയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളടക്കം പുറത്തു വരേണ്ടതുണ്ട്. ഇനി അദ്ദേഹം ഇല്ല എന്നുള്ള പ്രതികരണങ്ങളാണ് നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഗാംനയുടെ ആസ്ഥാനം തകർന്നു, ജീവിച്ചിരിപ്പില്ല, അതിന് തെളിവില്ല തുടങ്ങിയ പ്രതികരണങ്ങളൊക്കെ നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. ഏതായാലും നേരത്തെ അഫ്താബ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ഒരു തരത്തിലും ഇസ്രായേലിനെയോ അല്ലെങ്കിൽ അമേരിക്കയോ നേരിട്ട് ബാധിക്കുന്ന ഒരു യുദ്ധമായി മാറുന്നില്ല. ഇത് പ്രധാനമായും എല്ലാ തരത്തിലും ബാധിക്കുന്നത് ഗൾഫ് രാഷ്ട്രങ്ങളെയും ഒപ്പം അവിടുത്തെ ജനങ്ങളെയുമാണ്. മലയാളികളടക്കമുള്ള നിരവധി പേർ ഇപ്പോൾ ആശങ്കയിലുമാണ്. നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ബഹ്റൈനിൽ നിന്നൊക്കെ പുറത്തു വന്നിട്ടുള്ളത്. നേരത്തെ ഈ പറയുന്ന പോലെ അമേരിക്കയുടെ സൈനിക താവളത്തിന് നേരെ മാത്രം നടത്തിയിരുന്ന ആക്രമണം അത് ജനങ്ങൾക്കിടയിൽ, ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടയിലേക്ക് കൂടി കടന്നതോടുകൂടിയാണ് ഒരു ആശങ്കയുണ്ടാക്കുന്ന കാര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ അഫ്താബ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനിയുള്ള മണിക്കൂറുകൾ അത് നിർണായകമാണ്. ഈ യുദ്ധം തുടരുകയാണെങ്കിൽ അത് എന്ന് അവസാനിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു ആശങ്കയുണ്ട്. അതോ വളരെ പെട്ടെന്ന് യുദ്ധം നിർത്താനുള്ള ഒരു ഇടപെടൽ ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ ആശങ്കയോടെ നോക്കിക്കാണുന്നത്. അത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടായെങ്കിൽ മാത്രമാണ് ഇനി ഇത് ഇവിടെ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ കഴിയുക എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഏതായാലും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പലതരത്തിലുള്ള ചർച്ചകൾ, ഈ സംഘർഷം ഒരു യുദ്ധത്തിലേക്ക് പോകാതിരിക്കാനുള്ള ചർച്ചകളൊക്കെ നടന്നിരുന്നു. പക്ഷേ അതൊക്കെ വെറും പ്രഹസനം മാത്രമായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ആക്രമിക്കാൻ ഇസ്രായേൽ തയ്യാറെടുക്കുന്നു. ഒപ്പം അമേരിക്കയുടെ ഒരു പിന്തുണ കൂടി ലഭിക്കുന്ന ഒരു സാഹചര്യം. മൊത്തത്തിലൊരു ഭരണമാറ്റമാണ് അവിടെ പ്രധാനമായും അമേരിക്ക അതുപോലെ തന്നെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി മണിക്കൂറുകൾ, വരാനിരിക്കുന്ന മണിക്കൂറുകൾ അതിനിർണായകമാണെന്ന് തന്നെ പറയേണ്ടി വരും. ഒരുപക്ഷെ ഇത് ദിവസങ്ങൾ നീളുകയാണെങ്കിൽ, ഇത് കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണെങ്കിൽ അത് ഗൾഫ് മേഖലയെ അപ്പാടെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെയാണെങ്കിൽ അത് ലോക വിപണിയിൽ തന്നെ വലിയ രീതിയിൽ ഒരു മാറ്റം ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മൾ മലയാളികളടക്കം നിരവധി പ്രവാസികൾ അവിടെ ജോലി ചെയ്യുന്ന ഒരു സ്ഥലമാണ്, രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് ഏത് രീതിയിൽ മലയാളികളെ ബാധിക്കുമെന്നത് നമ്മൾ ആശങ്കയോടെ നോക്കിക്കാണേണ്ടതാണ്. ഏതായാലും അഫ്താബ് ഏറ്റവും ഒടുവിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു ഇടപെടൽ അത് ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഓരോ അപ്ഡേറ്റ്സും പരസ്പരം പങ്കുവെച്ചുകൊണ്ട് രാജ്യങ്ങൾ പരസ്പരം സംസാരിക്കുന്നുണ്ട് തുടങ്ങിയ റിപ്പോർട്ടുകൾ കൂടിയാണ്
പുറത്തു വരുന്നത്. ഇനി ഏതായാലും നേരത്തെ തന്നെ ആക്രമണ തീയതി നിശ്ചയിച്ചിരുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. തുടരെ മിസൈൽ ആക്രമണങ്ങളും ഡ്രോൺ ആക്രമണങ്ങളും തുടരുന്ന ഒരു സാഹചര്യം ഒക്കെയുണ്ട്. ഏതായാലും ഇന്ത്യയിൽ നിന്നുള്ള വിമാനങ്ങളെല്ലാം റദ്ദാക്കിയ സാഹചര്യത്തിൽ പലർക്കും അങ്ങോട്ടേക്ക് പോകാൻ കഴിഞ്ഞില്ല എന്ന് തന്നെ ഒരു ആശ്വാസകരമായ കാര്യമാണ്. അവിടെ കാര്യങ്ങൾ കൂടുതൽ കലുഷിതമാകുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ജനങ്ങൾ പുറത്തിറങ്ങരുത്, അവരിപ്പോൾ എവിടെയാണോ ഉള്ളത് അവിടെ തുടരണം, അനാവശ്യമായി പുറത്തിറങ്ങരുത് തുടങ്ങിയ മുന്നറിയിപ്പുകളൊക്കെ ഭരണകൂടം ജനങ്ങൾക്ക് നൽകുന്നുമുണ്ട്. അതെല്ലാം പാലിച്ചുകൊണ്ട് ദയവായി എല്ലാവരും അവിടെ തന്നെ ഇരിക്കണമെന്നാണ് നമുക്കും പറയാനുള്ളത്. ഏതായാലും ഇനി ഏത് തരത്തിലുള്ള നീക്കമായിരിക്കും ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക? തിരിച്ചടികൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും, ഞങ്ങൾ പിന്തിരിയില്ല എന്നുള്ള ഒരു പ്രതികരണമാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. UAE-യിൽ മാർച്ച് 4 വരെ ഓൺലൈൻ പഠനം നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. യൂണിവേഴ്സിറ്റികൾക്കും ഇത് ബാധകമായിരിക്കും. ഇറാൻ പരമോന്നത നേതാവിനെ വധിച്ചെന്ന് ഇസ്രായേൽ ബ്രോഡ്കാസ്റ്റിംഗ് അതോറിറ്റി പറയുന്നുണ്ട്. അദ്ദേഹം ജീവിച്ചിരിക്കുന്നതിന് യാതൊരു തെളിവും ഇപ്പോൾ ഇല്ല എന്നാണ് പ്രധാനമായും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുമുള്ള ഒരു അവകാശവാദം. വധിച്ചതായി US-ലെ ഇസ്രായേൽ അംബാസിഡറും പറയുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സൂചിപ്പിച്ചതുപോലെ നമ്മൾ UAE-യിലടക്കം മാർച്ച് 4 വരെ ഓൺലൈൻ പഠനം സകല മേഖലയും ഇത് ബാധിച്ചിട്ടുണ്ട്, ഭീകരമായി ബാധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാവുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ അടക്കം അടച്ചിടേണ്ട ഒരു സാഹചര്യം, ജനജീവിതം കൂടുതൽ ദുരിതപൂർണ്ണമാവുകയാണ്. അഫ്താബ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ഒരു തരത്തിലെയും അമേരിക്കയെയോ ഇസ്രായേലിനെയോ നേരിട്ട് ബാധിക്കും, പകരം ഗൾഫ് രാജ്യങ്ങളെ അപ്പാടെ ബാധിക്കുകയാണ്. ജനജീവിതം താറുമാറാവുകയാണ്, നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്, ആളപായമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ള ഒരു ആശങ്കയിൽ കൂടിയാണ് നമ്മൾ ഉള്ളത്. ഏതായാലും തങ്ങളുടെ സൈനികരൊന്നും കൊല്ലപ്പെട്ടിട്ടില്ല എന്നുള്ള അവകാശവാദമാണ് US-ന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത്. ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നേരത്തെ US-ന്റെ സൈനികർ തമ്പടിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ ലഭിക്കുന്നു. പക്ഷേ ഈ തിരിച്ചടി കാണുമ്പോൾ, ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഈ തിരിച്ചടി, അതുണ്ടാക്കുന്ന നാശനഷ്ടമൊക്കെ കാണുമ്പോൾ അത്തരത്തിൽ ഒരു ഇടപെടലും US-ന്റെ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ഒന്നും ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്.